എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഓഫ് നേര. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് നേര. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് മൺഡേ ആണ്, എനിക്ക് ഓഫ് ഡേ ആണ്. നോർമലി ഓഫ് ഡേ എന്ന് പറയുമ്പോൾ ഞാൻ എണീക്കുന്നൊരു 10-11 മണിയൊക്കെയാണ്. പക്ഷേ ഞാനിപ്പോൾ ഇന്നലെ തൊട്ട് നേരത്തെ എണീക്കണം എന്നുള്ളൊരു മോട്ടോ, കുറച്ചുകൂടെ ലൈഫ് പ്രൊഡക്റ്റീവ് ആക്കണം, കുറച്ചുകൂടെ ഹാബിറ്റ്സും റുട്ടീൻസും ഒക്കെ ലൈഫിൽ കൊണ്ടുവരണമെന്നാണ് ഞാനിപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം 7:30 ഞാൻ എണീറ്റ് വാഷ്റൂമിൽ പോയിട്ട് അപ്പോഴത്തേക്കും വാഷ്റൂമിൽ വേറൊരാൾ കയറി, അവൾക്ക് ജോലിക്ക് പോകാനുണ്ട്. അതിഥി എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് ഉണ്ട്, ഇവിടെ താഴെ താമസിക്കുന്ന ബേസ്മെൻറ്റിലുള്ള കുട്ടിയാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് രാവിലെയാണ് വർക്ക്. അപ്പോൾ പുള്ളിക്കാരി ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രഷ് ചെയ്യുന്ന ടൈമിൽ ഞാൻ കരുതി ഒരു 5 മിനിറ്റ്സ് മെഡിറ്റേഷൻ ചെയ്യാമെന്ന്. അപ്പോഴാണ് ഞാൻ ഓൾറെഡി ഞാൻ വ്ലോഗ് ചെയ്യണമെന്ന് വിചാരിച്ചു ഇന്നത്തെ ഡേ. പക്ഷെ പിന്നെ ഞാൻ എന്തോ പിന്നെ ഞാൻ ചെയ്യാമെന്ന്. സോ നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്തിട്ട് നമ്മൾ പോയി ബ്രഷ് ചെയ്ത്, എനിക്ക് ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷ് ആയതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടം. പക്ഷെ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. എന്തായാലും വെളിയിലിരിക്കല്ലോ, ഒരു 5 മിനിറ്റിലുള്ള കാര്യമില്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം. എനിക്കിത് ഭയങ്കര റിഫ്രഷിംഗ് ആണ് കേട്ടോ. ഞാൻ രാവിലെ ആയതുകൊണ്ട് അധികം ഒച്ചത്തിൽ സംസാരിക്കുന്നില്ല. വേറൊന്നുമല്ല, എനിക്ക് എനർജി ഇല്ല അത്രയും ഒച്ചത്തിൽ സംസാരിക്കാനായിട്ടുള്ളത്. ഇത് മിൻ്റ് ഇലയാണ്. അപ്പം ഞാൻ മിൻറ്റ് മേടിച്ചു. ആക്ച്വലി മല്ലിയില മേടിക്കേണ്ടതിന് പറഞ്ഞ് മിൻറ്റ് മേടിച്ചു. അപ്പോൾ ഫ്രിഡ്ജിലിരുന്നിങ്ങനെ മറ്റേ ചീത്തയാവാൻ തുടങ്ങിയപ്പോഴത്തേക്കും റോഷ്നി പറഞ്ഞെന്ന ഐഡിയ ആണ്, അതിങ്ങനെ ഐസ് ക്യൂബ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ വെള്ളത്തിലിട്ട് കുടിക്കാമല്ലോ എന്ന്. അപ്പോൾ ഞാൻ കരുതി ഓക്കെ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം. അങ്ങനെ റോഷ്നിയാണ് ഇത് ഐസ് ക്യൂബ് ആക്കി വെച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒരു ക്യൂബ് എടുത്തിട്ട് എൻ്റെ ബോട്ടിലിടാൻ പോവുകയാണ്. അറിയില്ല, ഇതാണ് ഞങ്ങളുടെ ലിവിങ് ഏരിയ. അപ്പം ഞാൻ TV കണ്ടുകൊണ്ടായിരിക്കും വർക്കൗട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. അങ്ങനെ വലിയ വർക്കൗട്ടൊന്നും ചെയ്തില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് പോലെ സമയമൊന്നും സെറ്റ് ചെയ്തില്ല. എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ കുറച്ച് ഡാൻസ് ചെയ്തു, കുറച്ച് പിലാറ്റീസ് ചെയ്തു, കുറച്ച് അപ്പർ ബോഡി വർക്കൗട്ട് ചെയ്തു, അങ്ങനെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ സമയം 8:45 ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പം ഞാൻ ഇന്നലെ വെച്ച ഉള്ളിക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 മുട്ട ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ടയാകുമ്പോൾ നമുക്ക് മുട്ടക്കറി ആയിട്ട് കഴിക്കാം. പിന്നെ ഞാൻ പുട്ടിൻ്റെ മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഞാനിനി പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി കഴിക്കട്ടെ. ഈ സമയത്താണ് ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്താണ്, അതായത് വിശാലമായി കുക്ക് ചെയ്യാൻ സമയമുണ്ടെങ്കിലാണ് ഞാൻ പിന്നെ വീട്ടിൽ ഓരോരുത്തരായിട്ട് നാട്ടിൽ ഫ്രണ്ട്സിനെ, ഷിബുവിനെയും ദിനേനെയൊക്കെ വീഡിയോ കോൾ ചെയ്യുന്നത്, ബാബീനെ, അനിയത്തീനെ, വീട്ടിൽ ഉമ്മ, അങ്ങനെ ചിറ്റം എല്ലാവരെയും, റിച്ചുവിനൊക്കെ ഞാൻ ഈ ഒരു സമയത്താണ് വീഡിയോ കോൾ ചെയ്യുന്നത്. അപ്പം ഇനി ആ പരിപാടി ചെയ്യട്ടെ. അങ്ങനെ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. പുട്ട്, 2 മുട്ട, ക്യാരറ്റ് കുറച്ച് കൂടി പോയി, കുഴപ്പമില്ല. പിന്നെ ഉള്ളിക്കറി ഉണ്ട്. അപ്പം ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് എൻജോയ് ചെയ്ത് കഴിക്കട്ടെ. നോർമലി ഞാനങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ TV കണ്ട് ലാവിഷായിട്ട് എൻജോയ് ചെയ്തൊന്നും കഴിക്കാറില്ല. എനിക്കിതുപോലെ ഓഫ് കിട്ടുവാണെങ്കിൽ ഞാൻ ചിലപ്പം ഇരിക്കും, അങ്ങനെ എന്തെങ്കിലും ഇരിക്കും. മഴയില്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വെളിയിൽ കാണുന്ന ആ ടേബിളിൽ പോയിട്ടായിരിക്കും ഇരിക്കുന്നത്, അവിടെ പോയിരുന്നായിരിക്കും കഴിക്കുന്നത് കൂടുതലും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ മഴയാണ്, ചെയറൊക്കെ ഉണങ്ങി കിടപ്പുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര തണുപ്പുണ്ട്, എനിക്ക് അത്രയും തണുപ്പ് പറ്റത്തില്ല. അപ്പോൾ വീടാണ് കുറച്ചുകൂടെ കോസി ആയിട്ടിരിക്കുന്നത്. അപ്പം ഞാനത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ കുറച്ച് ജേർണലിങ് പരിപാടികൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ കുറച്ചിങ്ങനെ കുറച്ച് കാര്യങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചുമ്മാ റെഡിയാവാൻ തോന്നി. കാരണം ഇന്ന് ഓൾറെഡി ഞാൻ അല്ലെങ്കിൽ പുറത്ത് പോകുന്നുണ്ട്. പക്ഷേ ഞാനൊന്ന് കരിയൊക്കെ എഴുതി ജസ്റ്റ് ഒന്ന് മുടിയൊക്കെ കോതി
ഞാൻ ചുമ്മാ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതാണ് എൻ്റെ റൂമിലെ ഒരു ക്യൂട്ട് കോർണർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഞാനിങ്ങനെ അടുക്കി പറക്കി വെക്കാൻ നോക്കാറുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ ജേർണലിംഗ് ബുക്ക്. ഇതെൻ്റെ പഴയ ഫോണാണ്, ചാർജില്ല. പിന്നെ അങ്ങനെ ഒരു ക്യൂട്ട്. ഇത് ഞാൻ ഇവിടെ വീട് മാറിയപ്പോൾ വിജയ് എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ പുള്ളി എനിക്ക് മേടിച്ചു തന്ന ഒരു സാധനമാണ് ഈ ഒരു ഇതും പിന്നെ ഇതും. പിന്നെ ഇതെനിക്ക് അവൻ ക്രിസ്മസിന് തന്നതാണ്. അങ്ങനെ എൻ്റെ ഒരു നൈസായിട്ടുള്ളൊരു കോർണറാണ് എൻ്റെ റൂമിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. മേ ബി ഞാൻ ആ ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു, അതിൻ്റെ ബാക്കി കാണട്ടെ. അങ്ങനെ ഞാനും റോഷ്നിയായിട്ട് ഇവിടെ അടുത്തുള്ളൊരു മോളിലും കുറച്ച് പരിപാടിക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ റെഡി ആയിരുന്നത് നന്നായി. എടാ എൻ്റെ ഡോറിന് എന്തോ സംഭവിച്ചു, റൂമിൻ്റെ ഡോറിന്. അങ്ങനെ ഞാനും റോഷ്നിയും ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുവാണ്. കുറച്ച് തണുപ്പുണ്ട് കേട്ടോ, അത്യാവശ്യം തണുപ്പുണ്ട്. എനിക്കിങ്ങനെ ഭയങ്കര തണുപ്പ് ഇഷ്ടമല്ല, പക്ഷേ ഇത് നമുക്ക് ഓക്കെയാണ്. നമ്മുടെ മൂന്നാറിലേക്കുള്ളൊരു തണുപ്പ് പോലെയാണ് ഇത് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ലണ്ടൻ മോളോ ആയിരിക്കും. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെഫോറയിൽ നിന്ന് നമ്മുടെ ബർത്ത്ഡേക്ക് നമുക്കിങ്ങനെ കുറച്ച് ഫ്രീ സ്റ്റഫ് കിട്ടും. അപ്പോൾ ബർത്ത്ഡേയുടെ അന്ന് ഞാൻ പോയപ്പോഴത്തേക്കും അവിടെ എന്തുമായിരുന്നു അവർക്ക് ഒരൊറ്റ ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻസ് കാണും, അപ്പം സെലക്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ എനിക്കിന്ന് ലണ്ടനിൽ പോയിട്ട് സെഫോറയിൽ നിന്ന് എനിക്ക് അതുണ്ടെങ്കിൽ അത് മേടിക്കണം. പിന്നെ ചാനൽ കൺട്രോളിൽ റോഷ്നി പോകുന്നുണ്ട്, അപ്പോൾ ഞാൻ റോഷ്നിയുടെ കൂടെ പോകുന്നുണ്ട്. എനിക്കൊരു മിക്സി അല്ലെങ്കിൽ ബ്ലെൻഡർ എനിക്ക് നോക്കണമെന്നുണ്ട്. ഒരു ഫുഡ് വെയിങ് മെഷീൻ അവിടെ കിട്ടുമെന്ന് നോക്കണം. നോർമലി ചാനൽ കൺട്രോളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പോകാറില്ല കേട്ടോ. ആകെപ്പാടെ ഒരു 2-3 തവണ പോയിട്ടുള്ളൂ. പക്ഷേ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഭ്രാന്താണ്. കാരണം $2, $3, $5 അടിപൊളി ഡ്രസ്സ് കിട്ടും. അപ്പം ഞാനിങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം അതൊന്നും ഞാൻ ചെയ്യുന്നില്ല. പിന്നെ വോൾമാർട്ടിലോട്ട് ഇൻ കേസ് എനിക്ക് അവിടെ നിന്ന് ഫുഡ് വെയിങ് മെഷീൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വോൾമാർട്ടിലൊന്ന് പോകണം. അവിടെ നിന്ന് എന്തായാലും മേടിക്കണം. അതൊക്കെയാണ് കാര്യം. എൻ്റെ ടൈമിങ് തെറ്റിപ്പോയി. എനിക്കൊരു 12-1 മണിയാകുമ്പോഴത്തേക്കും ലഞ്ച് കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ റോഷ്നി റെഡിയായി ഇറങ്ങിയപ്പോൾ തന്നെ ഇപ്പോൾ സമയം ഏതാണ്ട് 12 ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് സ്നാക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രോട്ടീൻ ബാർ എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്കങ്ങനെ ഗ്രോസറി ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഗ്രോസറി ഷോപ്പിംഗ് ഞാനൊന്നും തിങ്ക് ചെയ്തില്ല. ഇന്ന് എനിക്ക് തിങ്ക് ചെയ്ത് ഞാൻ പിന്നെ അത് ഈവനിങ് പോയി വാങ്ങാനുള്ളത്. എനിക്ക് ബനാന വേണം, എനിക്ക് സ്മൂത്തി അടിക്കാൻ പഴമില്ല. ഇന്ന് രാവിലെ പഴം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പുട്ടും മുട്ടക്കറി ഉണ്ടാക്കിയത്. എനിക്ക് ഈ സ്ക്രഞ്ചീസ് ഭയങ്കര ഇഷ്ടമായി. ഇത് ആക്ച്വലി ഞാൻ മുടി അഴിച്ചാണ് ഇടുന്നത്. ഇന്ന് വീട്ടിലിരുന്നത് കൊണ്ടിട്ടാണ് ഞാൻ കെട്ടിക്കൊണ്ടിരുന്നത്. ആവശ്യം ഉണ്ടെങ്കിൽ എന്തു ചെയ്യും. അങ്ങനെ കണ്ടോ എൻ്റെ ഡ്രസ്സിന് മാച്ചായ സ്ക്രഞ്ചീസ്. കുറേ ഞാൻ സംസാരിക്കുന്നു. ഇനി ഞാൻ എന്നെ കാണിക്കാതെ ഇവിടുത്തെ കാഴ്ച കാണിക്കാം. റോഷ്നി ഇന്ന് നല്ല ചെത്ത് ബേബി പിങ്ക് കളർ ഡ്രസ്സിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബേബി പിങ്ക്. അപ്പോൾ കണ്ടോ, ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. അപ്പോൾ ഇനി ബസ്സെല്ലാം 12:30 ഉള്ളൂ. ചാനൽ കൺട്രോളിൽ നിന്ന് പോകാൻ പറ്റത്തില്ല, കാരണം അവിടെ മൺഡേയും ട്യൂസ്ഡേയും ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് വാൾമാർട്ടിൽ പോകാനായാലും ലണ്ടനിൽ പോകാനായാലും 12:30 ബസ് വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ സമയം 12:10. അപ്പോൾ ഞങ്ങൾ കോളേജിനകത്ത് നല്ല തണുപ്പുണ്ട്, അപ്പോൾ കോളേജിനകത്ത് കയറി ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഞങ്ങളുടെ കോളേജ്. എന്തിന് അതിൻ്റെ ആവശ്യം വേണ്ട, 2 കയറാം. 4 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ് വരും. എന്ത് കളിക്കുന്നത്? ഈ 2 നമ്പർ ബസ്സാണ് ഇവിടുത്തെ ഏറ്റവും ലേറ്റ് ആയിട്ട് ബസ്. ഇടിച്ചിട്ടൊക്കെ പോകുന്നു. Yes, I was just coming to get you. Oh, thank you. Come on board. Kiram. Go ahead.
അതെന്തോ അങ്ങനെ. Thank you. Please transfer. Yeah. Thank you. യെസ്, ഇതാണ് എൻ്റെ ഛർദ്ദിക്കാത്ത സ്പോട്ട്. അങ്ങനെ ഞങ്ങൾ അതാ ബസ്സിൽ കയറി. എങ്ങോട്ടാ പോകുന്ന റോഷ്നി? First, London. എങ്ങോട്ടാ പോകുന്ന റോഷ്നി? ഫസ്റ്റ് ഈ കോളേജ് മൊത്തം ഫസ്റ്റായിരുന്നു റോഷ്നി. അപ്പം എപ്പോഴും ആ ഒരു ഓർമ്മയാണ്, ഞാൻ എല്ലാത്തിലും ഫസ്റ്റാണ് ഡുണ്ണറാണെന്നുള്ളൊരു. നിനക്ക് നീ എന്തിനാ ലണ്ടനിൽ പോകുന്നതെന്ന്? ഞാൻ ലണ്ടനിൽ പോകുന്നത് എനിക്കൊരു തുണി എടുക്കണം, എനിക്ക് എൻ്റെ അളിയനൊരു ഷർട്ട് എടുക്കണം, പിന്നെ എനിക്ക് കുറച്ച് അക്സസറീസ് വാങ്ങിക്കണം, പിന്നെ വെറുതെ ഇരിക്കുന്നൊരു ദിവസം പുറത്തിറങ്ങാമെന്ന്. അതെ, എനിക്ക് ലണ്ടനിൽ പൈസ കൊടുത്തുള്ള ഒരു പരിപാടി എനിക്കില്ല. അപ്പം ഷെയർ ചെയ്യുന്ന നമ്മൾ ലണ്ടനിൽ പോയിട്ട് കാണാം കേട്ടോ. കുറച്ച് നേരം ഇരുന്നപ്പോഴേ എനിക്കിങ്ങനെ ഒത്തിരി ഇഷ്ടമല്ല. എനിക്ക് ബസ് ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് അത്രയും നേരം ഇത്ര റെഡി ആയിട്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. വരുന്നുണ്ടോ? പൊളിക്ക് വന്നോ? ഇവിടെ കോസ്റ്റ് വന്നാൽ നമ്മൾ കുറേയൊക്കെ രക്ഷയുണ്ട്. Thank you. അങ്ങനെ അതാ ലണ്ടനിലോട്ട് എത്തി. ഒരു 10-15 മിനിറ്റ് മാത്രമേ ഉള്ളൂ ബസ്സിൽ, വലിയ ദൂരമൊന്നുമില്ല. ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ബസ്സിൽ കയറുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ഒരു ഫീലിംഗ്. നല്ലൊരു ഫ്രൈസിൻ്റെ സ്മെല്ല് വരുന്നില്ലേ റോഷ്നി? എനിക്ക് ഫ്രൈസ് വേണ്ട, ഞാൻ ഫ്രൈസ് ഒക്കെ ഇതിനകത്തൊരു ഡോളറമ്മയുണ്ട്. എനിക്ക് ഈ ഡോളറമ്മ ഇഷ്ടമാണ്, കുറച്ച് വലുതാണ് ഈ ഡോളറമ്മ. ഫസ്റ്റ് പോയിട്ട് ഫോറവർ 21. ഫസ്റ്റ് സെഫോറയിൽ. ഇത്രയൊന്നും ഞാൻ ഇട്ട് തീർക്കത്തില്ല ഈ ജന്മത്ത്. അനുവിന് എനിക്ക് വീഡിയോ എടുക്കണം, എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ്റെ വീഡിയോ. എനിക്ക് എന്തായാലും ഇൻറ്റു ദ നൈറ്റിൻ്റെ ഒരു പെർഫ്യൂം നമുക്ക് ചുമ്മാ നോക്കാം. വാ, എന്നാന്നേ എനിക്ക് നീ എൻ്റെ സ്കിന്നിന് വേണ്ടി കുറച്ച് സാധനം വാങ്ങിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ചലോ. ആദ്യം എനിക്ക് നിൻ്റെ സ്കിൻ ടൈപ്പ് ഡ്രൈ ആണെന്നാണ് തോന്നുന്നത്. ട്രൈ ആയില്ല ഇത്രയും ഭാഗം. ഓ, അമ്മയാണോ? ഓ, അടിപൊളി. അപ്പം ഇന്ന് രാവിലെ പോയി വാങ്ങുമ്പോൾ നല്ല അങ്ങനെ നമ്മളിപ്പോൾ സെഫോറയിൽ നിന്ന് എൻ്റെ ബർത്ത്ഡേക്കുള്ള ഒരു ഫ്രീ ബി ഗിഫ്റ്റും കിട്ടി. റോഷ്നി ഓർഡിനറിൻ്റെ ഗ്ലൈക്കോളിക് ആസിഡും എൻ്റെ സജഷൻ പ്രകാരം മേടിച്ചിട്ടുണ്ട്. ഇത് റോഷ്നിൻ്റെ ഫ്രണ്ടാണ്, പേരെന്താണ്? ജെറൻ. അപ്പോൾ ജെറിനെ നമ്മൾ മീറ്റ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത് എന്താണ് ചെയ്യാം? റോഷ്നിക്ക് കുറച്ച് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് മേടിക്കണമെന്ന് പറഞ്ഞു. ഷോപ്പേഴ്സിൽ നിന്ന് നമ്മൾ ഷോപ്പേഴ്സിലോട്ടാണ് പോകാൻ പോകുന്നത് അല്ലേ? ഓക്കെ, നമുക്കിനി ഷോപ്പേഴ്സിലോട്ട് പോവാം. ഷോപ്പേഴ്സിൽ നിന്ന് ഒന്നും കിട്ടിയില്ല. വീണ്ടും സെഫോറയിൽ പോയി, അവിടെ നിന്നും നമുക്കൊന്നും പറ്റുന്നില്ല. ഇനി അടുത്ത് ഫോർവർ 21. ഇവിടെ വന്ന് ഒന്നുമേ വാങ്ങത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സൊന്ന് ചാഞ്ചാടി ക്രോപ്പ് ടോപ്പ് എടുക്കാൻ. പക്ഷേ ഞാൻ എടുത്തിട്ട് ഞാനത് തിരിച്ചു വെച്ചു. ബിക്കോസ് എനിക്ക് വേണ്ട, അതാണ്. പിന്നെ ഇവിടെ ഒരുപാട് ക്യൂട്ട് സ്റ്റഫ്സ് ഇങ്ങനെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതിലൊന്നും ഞാനിപ്പോൾ വീഴില്ല. ഓക്കെ, എനിക്ക് നല്ല വിശക്കുന്നുണ്ട്, അതാണ് അടുത്തൊരു സീൻ. എനിക്ക് നോക്കാം.
ഇതായിരുന്നോ? എന്ത് മേടിച്ചു? ഒന്നും മേടിച്ചില്ലേ? നീ ഡ്രസ്സല്ലേ മേടിക്കാന്ന് പറഞ്ഞു വന്നേ? അപ്പൊ ഡ്രസ്സ് എടുക്ക് ഫസ്റ്റ്. എടാ ഡ്രസ്സ് നോക്കിയിട്ടല്ലേ ആക്സസറീസ് നോക്കത്തുള്ളൂ. അയ്യോ എനിക്ക് വിശക്കുന്നു. അല്ല ഹാർഡീനും കുഴപ്പമില്ല, ഇവിടെയും കുഴപ്പമില്ല. ഓ എന്നെ ചാഞ്ചാടിപ്പിക്കരുതേ. എത്രയാടാ? ആ ഇത് ഡൂഡ് വേണ്ട. എനിക്കാണെ വിശന്നിട്ട് വയ്യ. മണി 2 പോവുകയാണ്. റോഷ്നി അവിടെ ഡ്രസ്സ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഒരു ഡ്രസ്സ് ട്രൈ ചെയ്തു. ഞാൻ ചുമ്മാ ട്രൈ ചെയ്തു കേട്ടോ. ഞാൻ അങ്ങനെ എടുക്കാനൊന്നും നിൽക്കത്തില്ല. ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഞാനൊന്ന് വരാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വെളിയിൽ നിന്ന് കഴിക്കണമെന്നേ ഇല്ല. ഇത് മറ്റേ എനിക്കിന്ന് സത്യം പറഞ്ഞാൽ നോർമലി ഞാൻ അങ്ങ് കഴിക്കേണ്ടതാണ്. കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങ് കഴിക്കേണ്ടതാണ്. പക്ഷെ എനിക്കിന്ന് വെളിയിൽ നിന്ന് കഴിക്കാനേ തോന്നുന്നില്ല. മധുരം എനിക്കിഷ്ടമല്ല. അയ്യോ ഇതെന്താണ്? എനിക്ക് വേണ്ടോ അതിന്റെ കാലോറീസ് ഒക്കെ. ഗൈസ് എൻ്റെ ഒരു സോഷ്യൽ എനർജി തീർന്നിരിക്കുകയാണ്. എനിക്ക് അങ്ങനെ തീരുന്ന ഒരാളല്ല. പിന്നെ ഇപ്പം എനിക്ക് PMSing ആയതുകൊണ്ടിട്ടായിരിക്കാം എൻ്റെ എനർജി ഇങ്ങനെ ഭയങ്കര. എനിക്കിങ്ങനെ വീട്ടിൽ പോകണം, എനിക്ക് ഭക്ഷണം കഴിക്കണം, എനിക്ക് എൻ്റേതായ ഒരു സ്പേസും സമയവും ഒക്കെ വേണമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാൻ റോഷ്നീൻ്റെ ആ ഫ്രണ്ടിനോടും ബൈ പറഞ്ഞിട്ട് ഇപ്പോൾ ബസ് ഒരു 2 മിനിറ്റിൽ ഉണ്ട്. ഓടിപ്പോയാൽ കിട്ടും. അപ്പം ഞാൻ ബസ് നോക്കട്ടെ. അതിനുശേഷം നമുക്ക് ഇന്നത്തെ ബാക്കി പരിപാടി തുടങ്ങാം. ഓക്കെ. ഞാൻ അങ്ങനെ ഇതേ ട്രാൻസിറ്റിൽ നിന്ന് ഞാൻ ട്രാൻസിറ്റിലെത്തി കേട്ടോ. അപ്പോൾ ട്രാൻസിറ്റ് എന്ന് പറയുമ്പോൾ ബസ് സ്റ്റോപ്പാണ് ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനിത് ട്രാൻസിറ്റിൽ വന്ന് ഇറങ്ങിയിട്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെ നമ്മുടെ $3 കൊടുക്കുമ്പോഴത്തേക്കായിരിക്കും നമുക്കൊരു റിസീറ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അത് കാണിച്ചിട്ട് 1 മണിക്കൂറിനകത്ത് എവിടെ വേണോ പോവാം, അങ്ങനത്തെ ഒരു സ്കീമാണ്. അപ്പം ഞാനിപ്പോൾ രണ്ടാമത് നമ്മളിപ്പം ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 12:30 പിന്നെ ഞാൻ അവിടെ നിന്ന് ബസ് പിടിച്ചപ്പോൾ 2:30. അപ്പം ഞാൻ ഒന്നുകൂടെ പൈസ ഇട്ടിട്ട് ഞാൻ കയറി. എന്നിട്ട് ട്രാൻസിറ്റിൽ നിന്ന് അപ്പം തന്നെ ഇങ്ങോട്ടേക്ക് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ബസ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഒരു 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ അവിടെ നിന്ന് ഇതുവരെ. പിന്നെ എനിക്ക് നടക്കാനുള്ള ക്ഷമ എനിക്ക് തീരെ ഇല്ല. ഞാൻ നോർമലി എനിക്ക് എപ്പോൾ നടക്കാനുള്ള അവസരം കിട്ടിയാലും ഞാൻ മാക്സിമം നടക്കാറാണ് ചെയ്യുന്നത്. ഞാൻ ജോലിക്കായാലും ഞാൻ ഇപ്പോൾ സൈക്കിൾ ഉള്ളതുകൊണ്ട് സൈക്കിളിലാണ് പോകുന്നത്. പക്ഷെ നടക്കാനുള്ള ചാൻസ് ഞാൻ അങ്ങനെ കളയാറില്ല. പക്ഷെ ഞാൻ പറയില്ല, ഇന്ന് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്. എൻ്റെ ബാറ്ററി ഇങ്ങനെ ലോ, എൻ്റെ ഫോണിനും ചാർജില്ല, അതുപോലെ എൻ്റെ ബാറ്ററി ഇങ്ങനെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം 4C ബസ് പെട്ടെന്ന്, അതായത് ട്രാൻസിറ്റിൽ നിന്ന് ഫസ്റ്റ് സ്റ്റോപ്പ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റോപ്പാണ്. അപ്പം ഞാൻ അവിടെ ഇറങ്ങി, എനിക്ക് എൻ്റെ കൺമുന്നിൽ വീട് കാണാം. ഇനി അവിടെ ഒന്ന് ജസ്റ്റ് നടന്ന് എത്തിയാൽ മതി. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ ആദ്യം പ്രോട്ടീൻ ബാർ കഴിച്ചപ്പോൾ എനിക്ക് ചെറിയൊരു വിശപ്പ് കുറവുണ്ട്. പക്ഷേ എനിക്ക് പ്രോപ്പറായിട്ട് എന്തെങ്കിലും ഫുഡ് വേണം. അപ്പം ഞാൻ ഇന്നലെ ആദ്യമായിട്ട് ഞാൻ വീട്ടിലൊരു ബർഗർ ഉണ്ടാക്കി നോക്കി. അപ്പോൾ അതാണ് ഞാൻ ഇന്നും ചെയ്യുന്നത്. ഓൾറെഡി ചിക്കൻ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ബർഗറിനൊക്കെ ആ ചിക്കൻ പോവും. ഞാനിപ്പോൾ പോയിട്ട് ആദ്യം ഭയങ്കര സിമ്പിൾ ബർഗറാണ്. ഞാൻ ഇന്നലെ ഒരു ബന്ന് മേടിച്ചു. വേറെ ഒന്നുമില്ല, അതിനകത്ത് ജസ്റ്റ് ഒന്ന് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് ലെറ്റസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ വെക്കാറുണ്ട്. എൻ്റെ ലെറ്റസ് ഒന്നും ഇല്ല ഇപ്പോൾ.
അപ്പോൾ ചീസ് ഗ്രേറ്റ് ചെയ്യുന്നു. ചിക്കനെ ഞാനൊന്ന് ബട്ടറിലിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നു. പിന്നെ കുറച്ച് മയണൈസും കുറച്ച് കെച്ചപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് ആ ബണ്ണിൽ തേച്ച് അങ്ങോട്ട് കഴിക്കുക. അത്രയേ ഉള്ളൂ. സിമ്പിളാണ് പരിപാടി. ഇപ്പോൾ വീട്ടിൽ പോയിട്ട് നമുക്ക് ഫസ്റ്റ് അത് ചെയ്യാം. ഓക്കെ, ഇതേ കണ്ടോ, വീട് തൊട്ടടുത്താണത്. ആ കാണുന്നതാണ് എൻ്റെ വീട്. ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് ഞാനിപ്പോൾ താമസിക്കുന്ന വീട്. ഇന്നെനിക്ക് കുളിക്കണമെന്നുണ്ട്. കാരണം ഇന്നെനിക്ക് കുളിച്ചില്ലെങ്കിൽ എനിക്ക് പിന്നെ ഭ്രാന്ത് പിടിക്കും. എൻ്റെ തലയിലൊന്ന് എണ്ണയൊക്കെ തേച്ച് കുറച്ച് നേരം ഇരുന്ന് എന്തായാലും ഞാൻ കുളിക്കും. വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും കുളി മസ്റ്റാണ്. പിന്നെ എനിക്കിനി 2 ദിവസത്തേക്കുള്ള ഫുഡ് പ്ലാൻ ചെയ്ത് കുക്ക് ചെയ്യണം. അതാണ് അടുത്തൊരു കാര്യം. ഇതാണ് നമ്മുടെ വീട്. ഞാൻ ഇതുവരെ അങ്ങനെ വീട് കാണിച്ചിട്ടില്ല. ഞാൻ ഹോം ടൂറ് വേണമെങ്കിൽ ചെയ്യാം. മിക്കവാറും ഞാൻ ചെയ്യുന്നതാണ്. ആ, നല്ല കാര്യം. എന്തൊക്കെയോ അവിടെ അയ്യോ, എനിക്ക് ഭയങ്കര ആശ്വാസം വീടെത്തിയപ്പോൾ. ഞാൻ ഇനി ആ ബർഗർ ഉണ്ടാക്കട്ടെ. ചിക്കൻ Oh, I'm cooking. I'm just trying to make some burger. കാണാൻ തീരെ കൊതി തോന്നാത്തൊരു ബർഗറാണ്. കുറച്ച് ലെറ്റസ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സെറ്റായിരുന്നല്ലേ. ഞാൻ പിന്നെ ടൊമാറ്റോ കഴിക്കത്തില്ല. നമ്മുടെ ചിക്കൻ്റെ ഒരു സൈഡ് ഇങ്ങനെയായി. ഇനി അപ്പുറത്തെ സൈഡും കൂടെ ഇങ്ങനെ ആയിട്ട് നമുക്കെടുക്കാം. എൻ്റെ ഫോണിൽ തീരെ ചാർജില്ല. അപ്പം ഞാനൊന്ന് ചാർജിന് വെക്കട്ടെ. അതിനുശേഷം ബർഗർ ഞാൻ അപ്പം ഞാനൊന്ന് ചാർജിന് എന്താടാ ഓക്കെ, ഫോണിൽ തീരെ ചാർജില്ല. അപ്പം ഞാൻ ഫോൺ ചാർജിന് വെച്ചിട്ട് ബർഗർ റെഡിയായതിന് ശേഷം ഞാൻ പറ്റുമെങ്കിൽ കാണിക്കാം, ഇല്ലെങ്കിൽ ബാക്കിയുള്ളത്. കാരണം ചാർജ് തീരെ ഇല്ല, ഇപ്പോൾ ഓഫാവും. എൻ്റെ ബർഗർ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പെട്ടെന്നൊരു മാംഗോ ജ്യൂസ് അടിച്ചു, ചിയ സീഡ് ഇട്ടു. ഞാൻ തനിമലയാളിയുടെ അടുത്ത വീഡിയോ കണ്ടുകൊണ്ടിരിക്കുവാണ്. ബർഗർ ട്രൈ ചെയ്യാൻ സമയം ഞാൻ ഇതിനിടയ്ക്ക് പോയി ചേഞ്ച് ചെയ്തു കേട്ടോ. ചേഞ്ച് ചെയ്തിട്ട് വന്നു. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഇന്നത്തെ കാലം ഇന്നുണ്ടാക്കിയപ്പം കുറച്ചുകൂടെ കൊള്ളാം. അപ്പം ഞാൻ വീണ്ടും ചാർജിൽ കുത്തിയിട്ടിട്ട് ഇത് കണ്ട് എൻജോയ് ചെയ്യട്ടെ. ഓക്കെ ഗായ്സ്, ഞാൻ വീഡിയോയ്ക്ക് ഒരു എൻഡ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.